കൈ പിടിച്ചു വന്ന ആള് നടന്നു ഓടി. കാലിൽ മരവിപ്പ് ചെരുപ്പിട്ടാലും ഞാൻ അറിയുന്നില്ല. നമ്മൾ നടന്നു പോകുമ്പോൾ ചെരുപ്പൂരി അറിയത്തില്ല. പോയാലും അറിയില്ല. അത് തന്നെയല്ല, ഞാനിപ്പോൾ ചെരുപ്പൂരി പിടിച്ചുകൊണ്ടൊന്ന് കാണിക്കുകയാണ്, വേറൊന്നും കൊണ്ടല്ല. എനിക്കത് നടക്കാനും സ്റ്റെപ്പ് ഇറങ്ങാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കുന്നുണ്ട് ഇവിടെ വന്നത്. പിന്നെ ഇപ്പൊ അതെല്ലാം മാറി എനിക്ക് ഭയങ്കര ഹാപ്പിയായി അല്ലേ? അതാ ഫേസ് കാണാനുണ്ട്. 21 ദിവസം ഒന്നും എനിക്ക് അറിയുന്നില്ല. ഈ മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നോക്കുന്നതാണ്. ഏത് വിരലിൽ അല്ല ഏത് ഭാഗത്ത് പൊട്ടിയാൽ മുറിവില്ല എന്നുള്ളത് ഈ ടെസ്റ്റ് അറിയാൻ പറ്റും. അതെ, OP കൺസൾട്ടേഷൻ റൂംസ് ആണ് ഇത്. ഇതെല്ലാം അല്ലേ? 4 ഡോക്ടർമാരുടെ ക്യാബിൻ ഉണ്ട് ഇവിടെ. 4 ക്യാബിൻസ് ഉണ്ടാവും. ഈ 25 ഏക്കറും ബ്യൂട്ടിഫുൾ ആയി ഡിസൈൻ ചെയ്തിരിക്കുക. 200 വർഷമായിട്ട് ഷുഗർ രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ 6ാം തലമുറക്കാരാണ് ഈ നിൽക്കുന്നത്. സാധാരണ ഈ ഷുഗറിന് വേണ്ടി ഇപ്പം എന്തായിട്ടും പറഞ്ഞ പോലെ ധാരാളം ഹോസ്പിറ്റൽസ് ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഷുഗറിന് മാത്രമല്ല, ഷുഗറിന് അനുബന്ധ രോഗങ്ങൾക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഒരു ഐഡിയ ഇല്ല എന്താ ഈ അനുബന്ധ രോഗങ്ങൾ. അതെ, എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്, എന്താണ് അനുബന്ധ രോഗങ്ങൾ. ഈ സാധാരണ ഡയബറ്റിക് കഴിക്കുന്ന പേഷ്യൻസിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ഓരോ ഗുളിക കഴിക്കുക, ഇൻസുലിൻ കഴിക്കുക. ഇത് ഇവരിങ്ങനെ ഫാസ്റ്റിംഗ് ഒരു 90, 110, 120 ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ അവരുടെ വിചാരം അവർ ഭയങ്കര സേഫ് ആണെന്ന്. അവർക്ക് പ്രശ്നമില്ല, ഷുഗർ ഷൂട്ടപ്പ് ചെയ്യുന്നില്ല. പക്ഷെ ഇതിന്റെ അതൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു അനുബന്ധ രോഗമുണ്ട്. ഡയബറ്റിക് ഒരു സൈലന്റ് കില്ലർ ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡയബറ്റിക് അല്ല സൈലന്റ് കില്ലർ, ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ സൈഡ് എഫക്റ്റ് ആണ് സൈലന്റ് കില്ലർ. സാറിന്റെ ഒരു ക്ലിയർ കേസ് ഓഫ് ഡയബറ്റിക് ന്യൂറോപ്പതി ആണ്. VPT നമ്മൾ ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, VPT റീഡിംഗ് ഓൾമോസ്റ്റ് അബവ് 50 ആയിരുന്നു. അതായത് കംപ്ലീറ്റ് ലോസ് ഓഫ് സെൻസേഷൻ നമ്മൾ പറയും അബവ് 50 വന്നാൽ. നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു, തന്നെ നടക്കില്ലായിരുന്നു, പിടിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഡേ ഞാൻ വന്ന് കാണുമ്പോൾ റൂമിൽ ബെഡിൽ തന്നെ കിടക്കുമായിരുന്നു. ഞാൻ വരുമ്പോൾ എഴുന്നേക്കാനുള്ള അതുപോലും ഇല്ലായിരുന്നു, ആ അവസ്ഥയിലായിരുന്നു. അതൊന്നും ഇപ്പൊ നല്ല ഇമ്പ്രൂവ്മെന്റ്. പിന്നെ കാലിൽ തരിപ്പ്, മരവിപ്പ്, ലോസ് ഓഫ് സെൻസേഷൻ, ഡിസ്കളറേഷൻ എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഗ്രാജുവൽ ആയിട്ടല്ലേ ഇത് ഇൻക്രീസ് ആവുന്നത്. അപ്പൊ അത് കാരണം നമ്മൾ അറിയണില്ലേ. അത് മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ കാറ് ഓടിക്കാൻ ബുദ്ധിമുട്ടായി, എൻ്റെ ബ്രേക്കിൽ നിന്ന് കാല് സ്ലിപ്പാവുക, അങ്ങനെയൊക്കെ പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ പിന്നെ കാർ ഓടിക്കൽ നിർത്തി. അപ്പോഴാണ് ഇത് എന്താ പ്രശ്നം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത് ന്യൂറോപ്പതിയാണെന്ന്. അതിനുശേഷം ഞാൻ ഒരുപാട് ഹോസ്പിറ്റലുകൾ, അലോപ്പതി ഹോസ്പിറ്റലുകൾ, ആയുർവേദ ഹോസ്പിറ്റലിൽ ഞാൻ ഒരു 10 വർഷമായിട്ട് തൃശ്ശൂർ. ഇതിനുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും അവർക്ക് ഇല്ല. നോർമൽ ഫിസിയോതെറാപ്പി, പിന്നെ ധാര, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അത് ഷുഗറിന്റെ ആണെന്ന് അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത് അതോ അവർക്ക് ഷുഗറിന്റെ മെഡിസിൻസ് അവർ തരുന്നുണ്ട്. പക്ഷേ ഈ ന്യൂറോപ്പതിയുടെ മെഡിസിൻസ് അവർ തരുന്നില്ല. ന്യൂറോപ്പതി എന്നുള്ള രോഗം ഉള്ളതായിട്ട് തന്നെ അറിയുന്നത് ഞാൻ ലാസ്റ്റ് സ്റ്റേജിൽ. അത് ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല, എനിക്കറിയില്ല. സത്യത്തിൽ അവരെല്ലാം പറയണത് ആദ്യം എനിക്ക് തന്ന ഈ ഒമേഗ 369 പ്ലസ് വിറ്റാമിൻ B, ഈ 2 മെഡിസിൻസ് അവർ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ നോക്കുമ്പോൾ ഇതല്ലാണ്ട് വേറെ നിങ്ങൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വേറെ എന്തുകൊണ്ടാണ് ഈ രോഗം എന്ന് അതൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഈ മെഡിസിൻ എന്തിനാ ഈ 2 മെഡിസിൻ പറഞ്ഞല്ലേ? ഇപ്പം ഈ 2 മെഡിസിൻ യൂറോപ്പ് അല്ല, മോഡേൺ മെഡിസിനിൽ ആ 2 മെഡിസിൻസ് ആണ് കൊടുക്കുക. അതായത് സിംറ്റംസ് ഹൈഡ് ചെയ്ത് വെക്കും. ഇപ്പൊ സാറിന് പുറമേ കാണുന്ന തരിപ്പ്, മരവിപ്പ്, പുകച്ചില് അതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കും. പക്ഷെ റൂട്ട് കോസ് അവിടെ തന്നെ കാണും. നമ്മുടെ ട്രീറ്റ്മെന്റ് റൂട്ട് കോസിലാണ്. നമ്മൾ നെർവ്സിനെ റീജനറേറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെയാണ് ന്യൂറോപ്പതി റിവേഴ്സ് ആവുന്നത്. ആ കണ്ടീഷൻ എന്ന് പറയുന്നത്, കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസേഷൻ ഒട്ടുമില്ല. നമ്മൾ തൊട്ടറിയത്തില്ല. അങ്ങനെയാണ്, തൊട്ടാലറിയില്ല. അപ്പോൾ നമ്മൾ കട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ താഴെ കാല് കോണ്ടാക്ട് ഗ്രൗണ്ടായിട്ട് വന്നോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അത് തന്നെയല്ല, അപ്പൊ വീഴാൻ പോണ പോലെ തോന്നും. എങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്? എനിക്ക് ആ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തു എന്നെങ്ങനെ എനിക്ക് ഫീൽ ചെയ്യും? ആദ്യം തന്നെ ഫീൽ ചെയ്യുന്ന പെരിഫറൽ ന്യൂറോപ്പതിയാണ് പേഷ്യൻസിന്. ഒരു ഡയബറ്റിക് വന്നൊരു 5 വർഷം കഴിയുമ്പോൾ മുതൽ കാലിൻ്റെ ഞരമ്പുകളെ ഇത് ഡയബറ്റിക് ബാധിക്കും. ഞരമ്പുകളെ ബാധിച്ച് കഴിയുമ്പോഴേക്കും ആദ്യം കാലിന് തരിപ്പ്, മരവിപ്പ്, പുകച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങും. ഇതങ്ങ് എക്സ്ട്രീം ലെവലാണ്. നമ്മുടെ കാലെ തൊട്ടാൽ അറിയത്തില്ലാതെ വരിക, ചെരുപ്പ് ഊരി പോവുക, കാലെ മുറിവ് വന്നാൽ ഉണങ്ങാതെ വരിക, അവസാനം നമ്മൾ കാല് ആംപ്യൂട്ട് ചെയ്ത് കളയുക, അതൊക്കെ കേട്ടിട്ടില്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ പെരിഫറൽ ന്യൂറോപ്പതി. ഇതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളിലേക്കും പ്രമേഹം ബാധിക്കും, ലിവറിലേക്ക് ബാധിക്കും, കിഡ്നിയിലേക്ക് വരുമ്പോൾ ഡയബറ്റിക് നെഫ്രോപ്പതി ആവും, കണ്ണിൻ്റെ കാഴ്ച പോവും, ഹാർട്ടിലേക്ക് ബാധിക്കും, ബ്രെയിനിലേക്ക് ബാധിക്കും. അതിന് നമ്മൾ ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞ് മാറ്റും. അപ്പോൾ ഷുഗർ എത്ര കൺട്രോൾ ചെയ്താലും നമുക്കുണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കാലം കൊണ്ട് ന്യൂറോപ്പതി വരാതെ മുന്നോട്ട് തള്ളി നിർത്താം. ഇത്രയേ ഉള്ളൂ. അൾട്ടിമേറ്റ് എൻ്റെ ന്യൂറോപ്പതിയാണ്. ഷുഗർ വന്നിട്ട് 13 കൊല്ലമായി ഷുഗർ വന്നിട്ട്. ഇപ്പം ഈ അടുത്തായിട്ട് 3-4 കൊല്ലമായിട്ടാണ് എനിക്ക് ഭയങ്കര ക്ഷീണം, കൈകാല തളർച്ച, മരവിപ്പ്, ഇതെല്ലാം. ഞാൻ എപ്പം കിടക്കല ഇൻസുലിനും എല്ലാം വെച്ചിട്ടും എനിക്ക് യാതൊരു വ്യത്യാസമില്ല. ഇപ്പോൾ ക്ഷീണമാണ്. അല്ലാതെ എന്താ ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ ക്ഷീണം ഓക്കെ, അല്ലാതെ പിന്നെ എന്തായിരുന്നു പ്രശ്നം? തരിപ്പ്, കാലിൽ മരവിപ്പ്, ചെരുപ്പിട്ടാലും ഞാൻ അറിയുന്നില്ല. ചെരുപ്പിട്ട് അറിയാൻ പറ്റത്തില്ല. ചെരുപ്പ് പിടുത്തമില്ല, വിട്ടുപോയത് വരെ അറിയുന്നില്ല. നമ്മൾ നടന്നു പോകുമ്പോൾ ചെരുപ്പ് പോയാലും അറിയില്ല, അത്രയും മരവിപ്പൊക്കെ. അപ്പൊ അടുക്കള പണിയെടുക്കുമ്പോ ഞാൻ ചെരുപ്പിട്ട് പണിയെടുക്കുമ്പോ
ചെരുപ്പൊന്നും ഉണ്ടാവില്ല, കണ്ണി ചെരുപ്പ് 3 കാലും 3 പേരിൽ ഇപ്പുറത്തായിരിക്കും. ആയിരിക്കും. ആ ഊരിട്ട് അപ്പൊ കയ്യിൽ ഈ ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റുമോ പാത്രങ്ങളൊക്കെ? കയ്യിൽ ഈ ഒരു കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൈ വീണു വീണ് പോകും. വീണു. അപ്പൊ എങ്ങനെ വന്നത്? പിടിച്ചോണ്ടോ? എങ്ങനെ വന്നത്? ഇന്ന് എനിക്ക് സ്റ്റെപ്പ് ഒന്നും കയറാൻ പറ്റില്ല. സ്റ്റെപ്പ് ഒന്നും കയറി ഇങ്ങനെ ഹസ്ബൻഡ് Husband കൈ പിടിച്ചിട്ട് വേണം പിടിച്ചതാണ്. കയറണ്ടിക്കലും ഒരു വലിയ ഇരുന്നിട്ട് എണീക്കുമ്പോൾ എനിക്ക് വിഷമമാണ്. അങ്ങനെയെല്ലാം ഭയങ്കര വിഷമമാണ്. 10-13 വർഷമായി ഡയബറ്റീസ് തുടങ്ങിയിട്ട്. പിന്നെ ഈ ഇപ്പം പറഞ്ഞ പോലത്തെ ഈ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ എല്ലാ സിംറ്റംസും അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അറിയണമെങ്കിൽ നമ്മൾ VPT ടെസ്റ്റ് ചെയ്ത് നോക്കുക ചെയ്യുന്നത്. ന്യൂറോപ്പതി ടെസ്റ്റ് ചെയ്യുന്ന മെഷീൻ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എല്ലാം 30 എബോവ് ആയിരുന്നു. വാല്യൂസ് എല്ലാം 35 എബോവ് ആയിരുന്നു എന്ന് തോന്നുന്നു. 2 കാലിലും നോക്കുമ്പോൾ 38 ആയിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റിസ്ക് ഫാക്ടർ ആണത്. ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പൊ അതെല്ലാം മാറി. എനിക്ക് ഭയങ്കര ഹാപ്പിയായി അല്ലേ? അതാ ഫേസ് കാണാനുണ്ടോ സന്തോഷം? 21 ദിവസം ഒന്നും എനിക്ക് അറിയുന്നില്ല. ഈ മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നോക്കുന്നതാണ്. അതായത് ചെറിയ ബ്ലഡ് കാപ്പിലറീസ് ബ്ലോക്ക് ഉണ്ടോ, ഓരോ വിരലുകളിലേക്കും കൃത്യമായിട്ട് ബ്ലഡ് എത്തുന്നുണ്ടോ, ബ്ലോക്ക് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്? എങ്ങനെയാ? ഇതിപ്പോ ഓരോ വിരലുകളിലേക്കും ഇത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സെൻസ് ചെയ്തെടുക്കും. ഓക്കെ. ഓരോ മാസവും ഇത് ചെക്ക് ചെയ്യുമ്പോഴും ഇമ്പ്രൂവ്മെന്റ് പേഷ്യന്റിന് തന്നെ അറിയാം. അവർക്ക് അറിയാൻ പറ്റും. അവരെ കാണിച്ചും കൊടുക്കും. അപ്പോഴല്ലേ നമുക്കും അറിയാൻ പറ്റുള്ളൂ ഇവർക്ക് ഇത് കുറഞ്ഞിട്ടുണ്ടോ, കുറയുന്നത് എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ മാത്രമായിട്ടാണോ കുറയുന്നത്, അല്ലെങ്കിൽ ഫുള്ളായിട്ട് കുറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കും അറിയണം, പേഷ്യൻസിനും അറിയാൻ വേണ്ടി. ഇത് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ. എനിക്ക് ഷുഗർ 18 വർഷമായിട്ടുണ്ട്. 18 വർഷമായിട്ടുണ്ട്. ആദ്യത്തെ ഒരു 10 വർഷത്തോളം വളരെ കൺട്രോളിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ഒരു 8 വർഷത്തിൻ്റെ ഇടയ്ക്ക് മാറ്റിമറിച്ചിലുകളുണ്ടായി. എന്ന് പറഞ്ഞാൽ എനിക്ക് തൊടാന്ന് പറഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ അറിയത്തില്ല, സംഗതി അറിയില്ല. അവസ്ഥ വന്നപ്പോൾ പള്ളിയിലൊക്കെ ആണെങ്കിലും അൽത്താരയിലോട്ട് മദ്ബഹായിൽ കയറുന്ന സമയത്ത് ഇടുന്ന ചെരുപ്പ് ഊരിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ആർക്കും മനസ്സിലാകത്തില്ല. ഞാനത് വളരെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്ത് വിടുമായിരുന്നു. അപ്പോൾ ഏകദേശം ഈ 5 വർഷം കഴിയുമ്പോൾ മുതലായിരിക്കും ഇത് ബുദ്ധിമുട്ടുകൾ ചിലവർക്ക് തുടങ്ങുന്നത്. ചിലർക്ക് അത് 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ബുദ്ധിമുട്ട് വെച്ചാൽ 50% വരെ ഞരമ്പുകൾക്ക് ഡാമേജ് വന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, പേഷ്യൻറ്റിന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡയബറ്റിക്കിനെ സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡയബറ്റിക് അല്ല, ന്യൂറോപ്പതിയാണ് സൈലന്റ് കില്ലർ. ഈ ന്യൂറോപ്പതി വന്ന് 50% ഞരമ്പുകൾക്ക് ഡാമേജ് ആയാലും ആദ്യം ചെറിയൊരു തരിപ്പോ ചെറിയൊരു പുകച്ചിലോ കാണിക്കുള്ളൂ. 60% എത്തുമ്പോഴേക്ക് അത് പെർമനൻ്റ് ആവും. 70 ആകുമ്പോൾ ഇന്റൻസിറ്റി കൂടും. 80 ആകുമ്പോൾ ചെരുപ്പ് ഉരിപ്പും. അച്ഛൻ 80-ലാണ് എത്തിയത്. അല്ല, അച്ഛൻ വന്നത് 90 കഴിഞ്ഞു. 90 കഴിഞ്ഞ് 95-ന്റെ അടുത്ത് കഴിഞ്ഞു. അപ്പൊ ഈ 90 ഹൈ റിസ്ക് എന്ന് പറയുമ്പോഴേ അച്ഛന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, അതായത് ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാല് തട്ടി ഒന്ന് പൊട്ടിയാൽ അടുത്ത സ്റ്റേജ് എന്താ സംഭവിക്കുന്നത്? മുറിവ് ഉണങ്ങാതെ വരും. 95% നെർവ്സിന് ഡാമേജ് വന്നാൽ പിന്നെ മുറിവ് ഉണങ്ങില്ല. കൂടെ എന്ത് പറ്റും? നെർവ്സിന് മാത്രമല്ല, ബ്ലഡ് കാപ്പിലറീസിലെല്ലാം ബ്ലോക്ക് ഉണ്ടാവും. ഈ ബ്ലഡ് കാപ്പിലറീസിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പം ഈ മുറിവൊന്നും ഹീൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ചെറിയൊരു പൊട്ടൽ മതി. അവിടെ നിന്ന് ഇങ്ങനെ വലുതായി അത് ഡ്രസ് ചെയ്ത് ചുരണ്ടിയൊക്കെ വലുതാക്കി അതങ്ങ് അവസാനം കാല് മുറിക്കാൻ അവസ്ഥ വരും. ഇപ്പൊ അച്ഛൻ പറഞ്ഞ ഒറ്റ പേടി ഞാൻ പിടിക്കുക, ഇനി പൊട്ടിക്കോട്ടെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അത് നമ്മളോട് ഉറപ്പാണ്. അതെന്തറിയോ? 80% ശേഷം വന്നാൽ മാത്രമേ മുറിവ് ഉണങ്ങാതെ വരുള്ളൂ. കാരണം ഇപ്പം അച്ഛൻ്റെ ബ്ലഡ് കാപ്പിലറീസിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് എല്ലാം അങ്ങ് സെറ്റായിട്ട് ഇപ്പം ഫ്ലോ ഒക്കെ നല്ലപോലെ ഉണ്ട്, ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ ഓക്കെ. അപ്പം എങ്ങനെ മുറിവ് വന്നാലും ഇപ്പം വാക്കത്തേക്ക് അച്ഛൻ്റെ കാല് വെട്ട് വന്നാലും ആ മുറിവ് ഉണങ്ങും. കാരണം ഇപ്പം അച്ഛൻ്റെ കാലിൽ 70% താഴോട്ടായി. ഓക്കെ, ന്യൂറോപ്പതി. അപ്പം നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആണ്, ഒന്നും പ്രശ്നമില്ല. ഇവിടെയാണല്ലേ ജോണേ, നമ്മുടെ പ്രകൃതിയുടെ നടുവിലാണ്. അങ്ങോട്ട് തിരിഞ്ഞു കാണിച്ചേ. പ്രകൃതിയുടെ നടുവിലാണ് നമ്മുടെ തിരുമ്പ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. ഇതിനുള്ളിലാണ്. ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒന്നുമില്ല, സത്യം ഭയങ്കര രസമാണ്. കാരണം ഈ എത്ര ഏക്കറാണ് ഇത്? 25 ഏക്കറിലാണ് ഈ ഋഷി ഹോസ്പിറ്റൽ നിൽക്കുന്നത്. ഈ 25 ഏക്കറും ബ്യൂട്ടിഫുള്ളായി ഡിസൈൻ ചെയ്തിരിക്കുക. കാരണം ഓരോ ബിൽഡിങ്ങിനും നമ്മൾ ട്രഡീഷണൽ ആയിട്ട്, ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ഹെറിറ്റേജ്. അതെ, അല്ലേ? ഹെറിറ്റേജ് വില്ലേജ് എന്നാണ് നമ്മൾ പറയുന്നത്. ഋഷി ഹെറിറ്റേജ് വില്ലേജ് എന്നാണ് പറയണം അല്ലേ? നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്ക് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഷുഗർ രോഗികൾ നേരെ ഇങ്ങോട്ടേക്ക് വരണോ അതോ നമുക്ക് മറ്റ് സെൻറ്റേഴ്സ് ഉണ്ടോ? മറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. നമുക്ക് തിരുവനന്തപുരം, കൊട്ടാരക്കര, പത്തനംതിട്ട, ഹരിപ്പാട്, ഈരാട്ടുപേട്ട. കോട്ടയത്ത് ഈരാട്ടുപേട്ടയിലാണ്. ഈരാട്ടുപേട്ടയിൽ ഇടമല എന്ന് പറയുന്ന സ്ഥലത്ത് ഇതാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻ പേഷ്യൻറ്റിനെ മാത്രമേ ഉള്ളൂ, അതായത് അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസിനെ മാത്രമേ നമ്മളിവിടെ ജോയിൻ ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ളത് ഈരാട്ടുപേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് OPD വരുന്നത്. പിന്നെ ഉള്ളത് എറണാകുളം, ആലുവ, തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറത്തും പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ ഒരു ബ്രാഞ്ച് US ടെക്സസ് എന്ന് പറഞ്ഞേക്കുന്ന സ്ഥലത്തും ഉണ്ട്. യുഎസിലും ഉണ്ട്. 8 മണി മുതൽ 5 മണി വരെയാണ്. എല്ലാ ബ്രാഞ്ചിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ ബ്രാഞ്ചുകളിലും ഡയറക്റ്റ് ആയിട്ട് പോകാം, അല്ലെങ്കിൽ അവിടുത്തെ കോൺടാക്ട് നമ്പർ എടുത്ത് വിളിക്കാം.
അല്ലെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള നമ്പറിൽ വേണേൽ വിളിക്കാം. 8 മണി മുതൽ 5 മണി വരെ വിളിച്ചാൽ ഫോൺ എടുക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ്. മാക്സിമം ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.